നെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡും അതിക്ക് മാച്ചായ 2 ടിപ്റ്റിക്കും ആണ് നമ്മൾ ചെയ്യാൻ പോണത്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു മോഡൽ ഹെയർ ബാൻഡ് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായത് ഒരു പ്ലെയിൻ ഹെയർ ബാൻഡാണ്, 2 ടിപ്റ്റിക്കും, പിന്നെ നമുക്ക് വേണ്ടത് ഒരു നെറ്റ് ക്ലോത്ത്, പ്ലെയിൻ ക്ലോത്ത്. അത് നമ്മൾ വീതി 1.25 ഇഞ്ചും നീളം 30 ഇഞ്ചും. ഇനി ഈ ക്ലോത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ ചെറുതായിട്ടൊന്ന് തുന്നി കൊടുക്കണം, റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് ക്ലോത്തും കാര്യങ്ങളും വാങ്ങാതെ പകരം ടൈലർ ഷോപ്പിൽ പോയിട്ട് അവരടിച്ചതിൻ്റെ ബാക്കി പീസ് ഉണ്ടാവും, അത് ചോദിച്ച് വാങ്ങുക. എന്നിട്ട് അതിൽ ചെയ്ത് നോക്കിയിട്ട് ശരിയായിട്ട് മാത്രം പുതിയ ക്ലോത്ത് വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് സ്റ്റാറ്റസൊക്കെ വെക്കുമ്പോൾ നമുക്കത് ഓർഡർ കിട്ടും. അപ്പോൾ നമ്മൾ ഇത് തുന്നി കൊടുത്തതിൻ്റെ ശേഷം ഇനി കെട്ടിട്ട് കൊടുക്കുക, നല്ല ടൈറ്റാക്കി കെട്ടിട്ട് കൊടുക്കുക. ഇവിടെ കെട്ടിട്ട ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലവർ ഇവിടെ റെഡിയായി. ഇനി അതുപോലത്തെ ഒരു ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുക്കണം. ടിപ്റ്റിക്കിന് 2 ഫ്ലവർ വേണം. അതും ചെയ്തെടുത്തതിൻ്റെ ശേഷം കെട്ടിട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 ഫ്ലവറും റെഡി. ഇനി നമ്മൾ ഹെയർ ബാൻഡിന് വേണ്ടിയിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹെയർ ബാൻഡിന് ടിപ്റ്റിക്കിനേക്കാളും വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1/4 ഇഞ്ച് വീതി 1/4 ഇഞ്ച് കൂട്ടി കൊടുക്കുക, കൂട്ടിയിട്ട് കട്ട് ചെയ്യുക. പിന്നെ 2 ഫ്ലവർ ഇല്ലാതെ ഒറ്റ ഫ്ലവറിൽ ഹെയർ ബാൻഡ് ചെയ്യുകയാണെങ്കിലും 1/4 ഇഞ്ച് കൂട്ടി കുറച്ചുകൂടെ വലിയ ഫ്ലവറാക്കി ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ടിപ്റ്റിക്കിൻ്റെ അതേ അളവ് തന്നെയുള്ള ഫ്ലവർ 2 വെച്ചിട്ടാണ് ഹെയർ ബാൻഡ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ 4 ഫ്ലവറും ഇവിടെ റെഡിയായി. ഇനി അതിന് സെൻറ്ററിൽ വെക്കാനുള്ള ബീഡ്സാണിത്. ഇപ്പോൾ ബീഡ്സിന് പകരം നമുക്ക് സ്റ്റോൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും നമ്മൾ ലേസ് ചെറിയ പീസാക്കി കട്ട് ചെയ്തൊക്കെ വെച്ച് കൊടുക്കുക. നമ്മൾ ഐഡിയയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണില്ലാത്തവർ B7000 പറഞ്ഞിട്ടുള്ള പശുണ്ട്, ബട്ടൺ ഹൗസുകളിൽ കിട്ടും, അത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2 ടിപ്റ്റിക്കും നമ്മൾ ഇനി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഹെയർ ബാൻഡിൽ ഇതുപോലെ ടിപ്റ്റിക്കിൽ വെച്ച പോലെ തന്നെ ഫ്ലവർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഒരു സൈഡൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ഈ ഫ്ലവർ വെക്കുന്നത്. അപ്പോൾ അത് സൈഡ് ഭാഗത്ത് പശ തേച്ചിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഹെയർ ബാൻഡ് നമ്മൾ ഇഷ്ടപ്പെട്ട കളറിൽ നമ്മൾ ചെയ്തും കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ ഇഷ്ടപ്പെട്ട കളറോ മോഡലോ മെസ്സേജ് വിട്ടാൽ അതനുസരിച്ച് ചെയ്ത് കൊടുക്കും. 35 രൂപയാണ് ഒരു ഹെയർ ബാൻഡിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡിൽ ഫ്ലവർ വെച്ചു. ഇനി നമുക്കിതിൽ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ടിപ്റ്റിക്കിൽ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക. നല്ല വൈറ്റ് സ്റ്റോണൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അതൊക്കെ നമ്മൾ ഐഡിയയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുക. തുടക്കക്കാരായ ആളുകൾക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മേക്കിംഗ് വീഡിയോ ആണിത്. അപ്പം നമ്മളെ ഹെയർ ബാൻഡ് ഇവിടെ റെഡിയായിണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക.